മാറാത്തത് മാറും. അത് പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബജറ്റ് ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അവതരിപ്പിച്ചു തുടങ്ങിയത്. ഇതുവരെ നമ്മൾ ആരും കേൾക്കാത്ത, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലക്കാർ കേൾക്കാത്ത അത്രയും വികസനവും ആനുകൂല്യങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെയാണ് കോർപ്പറേഷന്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത്. അതായത് ജില്ലയിൽ തന്നെ വീടില്ലാത്ത, എന്നാൽ വീട് വേണ്ട യോഗ്യതയായിട്ടുള്ള എല്ലാവർക്കും മുഴുവൻ, പകുതി പണമല്ല മുഴുവൻ തുകയും കോർപ്പറേഷൻ നൽകും വീട് വെക്കാനായി. പദ്ധതികൾ ഒരുപാടാണ് ഇത്തവണ സാധാരണക്കാർക്ക് വേണ്ടി കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനായി 20 കോടി രൂപയാണ് കോർപ്പറേഷൻ മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വിശപ്പില്ലാത്ത നഗരം, അതാണ് കോർപ്പറേഷന്റെ ലക്ഷ്യം. അതിനുവേണ്ടി അടൽ ക്യാൻറ്റീൻ പദ്ധതിക്കായി 2 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 20 രൂപയ്ക്ക് ഇവിടെ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാൻ. തിരുവനന്തപുരത്ത് ഇതുവരെ അങ്ങനെ ഒരു അടൽ ക്യാൻറ്റീൻ ഇല്ല. അത്തരത്തിൽ ഒരു നീക്കം വളരെ പ്രശംസാർഹനീയമാണ്. മാത്രമല്ല കോർപ്പറേഷന് കീഴിൽ 1 കോടി രൂപ ചിലവിൽ അടൽ സൂപ്പർ മാർക്കറ്റും ആരംഭിക്കും. ഇതൊക്കെ തിരുവനന്തപുരം ജില്ലക്കാർ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇനി രോഗനിർണയത്തിനും ചികിത്സയ്ക്കും പ്രാധാന്യം നൽകുന്ന വിപുലമായ പദ്ധതികൾ ബജറ്റിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. പ്രൈം ഹെൽത്ത് ലാബ് സൗകര്യങ്ങൾക്കായി 1.5 കോടി രൂപയും ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡുമായി സഹകരിച്ച് CT സ്കാനിംഗ്, MRI, എക്സ്റേ സൗകര്യങ്ങളുള്ള സെന്ററിന് 1.5 കോടി രൂപയും നഗരത്തിലെ 50 കേന്ദ്രങ്ങളിൽ HLLുമായി സഹകരിച്ച് കളക്ഷൻ സെന്ററുകളും തുടങ്ങും. ഭാവിയിൽ കോമൺവെൽത്ത് ഗെയിംസ് പോലുള്ള ആഗോള കായിക മാമാങ്കങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള നഗരത്തിന്റെ സജ്ജീകരണം ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര ഓഫീസ് ആരംഭിക്കും. ജർമ്മൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച് തുടങ്ങിയ വിദേശ ഭാഷകളിലും ഇന്ത്യൻ ഭാഷകളിലും പരിശീലനം നൽകാൻ നോർക്കയുമായി ചേർന്ന് 15 ലക്ഷം രൂപയുടെ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാൻ സൺറൈസ് പദ്ധതി 5 കോടി ആരംഭിക്കുമെന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ അമ്പലം, വെട്ടുകാട്, ഭീമാപള്ളി എന്നിവയെ ബന്ധിപ്പിച്ച്, ഒന്നിനെയും മാറ്റി നിർത്തുന്നില്ല, ഇവയൊക്കെ ബന്ധിപ്പിച്ച് സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ടിന് 50 ലക്ഷം അനുവദിച്ചു. ഇത് മാത്രമല്ല അനന്തപുരി തൊഴിൽ കേന്ദ്രം വഴി 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തൊഴിൽ ഉറപ്പാക്കാൻ 5 കോടിയുടെ പദ്ധതിയും. 2030 കൂടി തിരുവനന്തപുരത്തെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച നഗരമാക്കുമെന്നാണ് ഡെപ്യൂട്ടി മേയറും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാനൊരു തിരുവനന്തപുരംകാരി ആയതുകൊണ്ട് കൂടി പറയുകയാണ്, ഇന്ന് വരെ ഞാൻ ജനിച്ചതിന് ശേഷം ഇന്ന് വരെ ഒരു ഈ ഭവന പദ്ധതിയോ, ഈ അടൽ ക്യാൻറ്റീൻ, അടൽ സൂപ്പർ മാർക്കറ്റ്, 18 വയസ്സ് തികഞ്ഞവർക്ക് ജോലി, ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ ഞാൻ കേട്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നിവാസി എന്ന രീതിയിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും ആദ്യമേ ഒരു നന്ദി അറിയിക്കുന്നു. കാരണം തിരുവനന്തപുരത്തെ മാറ്റാൻ മുന്നിട്ടിറങ്ങുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എങ്ങനെ കാണാം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്പിരിച്വൽ ടൂറിസമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ അമ്പലം, വെട്ടുകാട്, ഭീമാവള്ളി. ഈ BJP എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നാണ് ഘോരമായി പലരും ഇരുന്ന് ചർച്ചകളിൽ പറയുന്നത്, അല്ലെങ്കിൽ പലരും അത്തരത്തിലുള്ള നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരം ഒരു വേറിട്ട സ്പിരിച്വൽ ടൂറിസം എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്തെ മേയർ തന്നെ പോകുന്നത്. എങ്ങനെ കാണാം ഇതിനെ വലിയ വലിപ്പത്തിൽ കണ്ടേക്കത്തുള്ളൂ. ഏറ്റവും അവസാനം ഏറ്റവും അവസാനം പറഞ്ഞ തിരുവനന്തപുരം ലോകത്തെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റും, അല്ലെങ്കിൽ ഇന്ത്യയിൽ. അത് ആദ്യമേ അവർ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഞങ്ങളെ ജയിപ്പിച്ചാൽ മാറാത്തത് മാറും എന്നുള്ള രീതി ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങി. അപ്പം ഇവിടെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ രാജേഷ് ഞെട്ടിക്കും കേട്ടോ. നമ്മൾ വിചാരിച്ചതുപോലെയല്ല. ഈ നമ്മൾ പറയല്ലേ, ചില പട്ടി കുരയ്ക്കും പട്ടി കടിക്കത്തില്ല എന്നൊക്കെ പറയല്ലേ. രാജേഷ് അത്ര മോശമല്ല. രാജേഷ് തുടക്കം തന്നെ വലിയ കരുതലോടെയാണ്. കാരണം ഈ ഒരു പക്ഷേ ബഡ്ജറ്റിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പട്ടികപ്പെടുത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് താഴെ തട്ടിൽ വരെ ചെയ്തു. ഒരു പരാതിക്കാർക്കും പരാതിയില്ലാത്ത രീതിയിൽ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ രാജേഷ് ഇടപെട്ട് ഏത് മേഖലയിലും പരാതി പരിഹരിക്കുന്ന രീതിയിലേക്ക് രാജേഷ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ അത്തരത്തിലുള്ള മേയറായിട്ട് മാറി. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അറക്കുന്നതിന് മുമ്പേ പിടയ്ക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടത്. ഈ തിരുവനന്തപുരത്ത് പറഞ്ഞില്ലേ,
ആ തിരുവനന്തപുരം കോർപ്പറേഷൻ ആൾക്കാരും BJP ഏൽപ്പിച്ചില്ലേ, BJP ഇനി എന്തോ ചെയ്യും, മോദി വന്നില്ലേ, മോദി ഒന്നും കൊടുത്തില്ലല്ലോ, ഈ രീതിയിലുള്ള ഒരു പ്രചരണമായിരുന്നല്ലോ ഇവിടെ മോദി വന്നിട്ട് പോയപ്പോൾ. പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം കൂടെ പറഞ്ഞിട്ട് പോയി മോദി എന്തോ തിരുവനന്തപുരത്ത് വന്നിട്ട് വികസന രേഖ മോദി ഇവിടെ വന്നു, കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ നിങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കോർപ്പറേഷനെ പറ്റി പഠിച്ച് അതിന്റെ രൂപരേഖ തയ്യാറാക്കിക്കൊള്ളൂ, വേണ്ട സഹായമെല്ലാം കേന്ദ്രത്തിൻ്റെത് ഉണ്ടാകും. എന്നിട്ട് അവരെ അങ്ങോട്ട് വിളിച്ചു. എന്തു വേണമെന്നുള്ള രീതിയിൽ ഒരു പ്രഗത്ഭൻ ചായക്കടയിൽ നിന്ന് തുടങ്ങി ഒരു പക്ഷേ ലോകത്തിന്റെ നേതാവായിട്ട് നിൽക്കുന്ന, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള കാര്യമൊക്കെ ലോകത്തിന്റെ നേതാവായിട്ട് നിൽക്കുന്ന അദ്ദേഹം അവിടെ വിളിച്ച് 1.5 മണിക്കൂർ ഈ പറയുന്ന രാജേഷിന് ഉൾപ്പെടെയുള്ളവർക്ക് ക്ലാസ് കൊടുത്തതും ആരെയും കാണിക്കാനല്ലല്ലോ. കാരണം ഈ ഇവിടുത്തെ കോർപ്പറേഷൻ മേയർമാരെ കൊണ്ടുപോയി വടക്കേ ഇന്ത്യയിലുള്ള ആൾക്കാരെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ മൊത്തം BJP ആണ്. അപ്പൊ അതിനകത്ത് ഒരു കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട ഒരുപക്ഷെ ഏൽപ്പിച്ച രാജേഷ്, നമ്മൾ പറയത്തില്ലേ, ഏൽപ്പിച്ചവർ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി വലിയ വലുപ്പത്തിൽ നടപ്പാക്കിക്കൊണ്ട് പോകുന്നോ എന്ന് വിചാരിക്കുന്നത്. കാരണം തുടക്കത്തിലെ ഭയന്ന് കേട്ടോ, നമ്മൾ വിചാരിക്കുന്നുണ്ട് 42 കൊല്ലം ഒരു കോർപ്പറേഷൻ കയ്യിലിരിക്കുകയാണ്, ഇത് ഒരു കാരണവശാലും പോകാൻ സാധ്യത. കാരണം ഒരാളുടെ കയ്യിലിരുന്നാൽ അവരതിൻ്റെ മൊത്തം സിസ്റ്റവും 5 കൊല്ലം കഴിയുമ്പോഴത്തേന് നമ്മുടെ കയ്യിലാവും, പരിചയമാവും. 10 കൊല്ലം ആകുമ്പോഴത്തേന് നമ്മളത് കയ്യിലേക്കാകും. 40 കൊല്ലമൊക്കെ ഏത് പാർട്ടിയുടെ കയ്യിലിരുന്നാലും പിന്നെ മറ്റൊരു പാർട്ടിക്ക് കടന്നു കയറുക എന്ന് പറഞ്ഞാൽ അതൊരു ഭഗീരഥ പ്രയത്നം എന്നൊക്കെ പറയും. അപ്പം അതിലേക്കുള്ള കടന്നുകയറ്റം ഒരിക്കലും CPM പ്രതീക്ഷിച്ചല്ല. അതിലേക്കുള്ളൊരു കടന്നുകയറ്റം വന്നപ്പോൾ തന്നെ CPM ഭയന്നു. അതുകൊണ്ടാണ് CPM തുടക്കത്തിൽ തൊട്ട് ട്രാപ്പ് ചെയ്യാനുള്ള എല്ലാ, കാരണം CPM-ന്റെ കൂട്ട് കിളിത്തട്ടുകളിൽ മെയ്വഴക്കം അറിയാവുന്ന പാർട്ടി ഇന്ന് കേരളത്തിൽ വേറെ ഒരു പാർട്ടിയില്ല എത്ര പറയുമ്പോഴും. അവർ തുടക്കത്തിൽ തന്നെ ഈ പറയുന്നത് പോലെ പ്രശാന്തിനെ വെച്ചൊരു കളി കളിച്ചു, അത് ശ്രീലേഖ കൊണ്ടുവന്ന് കുളവാക്കി കൊടുത്തു. അതിനുശേഷം ഇപ്പൊ കളിച്ച കളി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് പൊങ്കാല എങ്ങനെ അട്ടിമറിക്കാം, മനസ്സിലായില്ലേ? അതിനുള്ള കരുതലും കാര്യങ്ങളും, അതാണ് ഞാൻ പറഞ്ഞ രാജേഷ് മോശമല്ല. അതിനുള്ള കരുതങ്ങളും കാര്യങ്ങളും കുരുക്കുകളും ഒരുക്കുന്നതിന് മുമ്പേ, ആ കീഴിൽ കൂടെ ഒരുക്കുന്നതിന് മുമ്പേ രാജേഷ് അത് മനസ്സിലാക്കി. രാജേഷ് അത് മനസ്സിലാക്കി പൊളിച്ചു വെടിയിലിട്ടു. ഇനിയിപ്പൊ രാജേഷിനല്ല പൊങ്കാല വിജയിപ്പിക്കേണ്ടത്, പണി മേടിച്ച് പണ്ടാണ് നമ്മൾ വിചാരിക്കുന്നതല്ല, പണി മേടിച്ച്. അതാ പറഞ്ഞത്. അപ്പൊ അതിന്റെ കൂടെ ഈ ബഡ്ജറ്റ് അവതരണം എന്ന് പറഞ്ഞാൽ ഇപ്പം വായിച്ചനുസരിച്ചാണെങ്കിൽ ഈ സ്പിരിച്വൽ ടൂറിസം എന്ന് പറഞ്ഞാൽ നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞ് ഞാൻ കേട്ടു, വലിയൊരു സംഭവം അത്. കാരണം ആൾക്കാരെ ആകർഷിക്കുന്നതിന് കണക്ട് ചെയ്ത് അത് വല്ലാത്തൊരു മതേതരത്വ സ്വഭാവം കൂട്ടുകയും ചെയ്യും, വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞില്ലേ, എല്ലാവരും പറഞ്ഞില്ലേ, ഞങ്ങളുടെ വീടിന്റെ കാശ് മൊത്തവും ഞങ്ങളാ നടത്തുന്ന കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണം. ഈ പാർപ്പിട പദ്ധതിക്കകത്ത് തർക്കം വന്നല്ലേ, ഒന്നിനും കേന്ദ്രത്തിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് പറയുന്നതിനകത്ത് ഇവർക്ക് ഇഷ്ടമില്ല. കേന്ദ്രത്തിന്റെ കാശ് മേടിച്ചാൽ ഇവിടെ നേഴ്സന്മാർക്ക് NRI ഈ അറിയാമല്ലോ, താൽക്കാലിക ജീവനക്കാർക്ക് ആരോഗ്യ വകുപ്പിൽ ഉൾപ്പെടെ പൈസ കൊടുക്കാനൊക്കത്തുള്ളൂ. പൈസ ഇല്ലാതെ ഒന്നും ഞങ്ങൾ നടപ്പാക്കത്തില്ലെന്ന് പറയുമ്പോൾ അവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് പൈസ അങ്ങെത്തി. അന്നേരം നമ്മുടെ വീണാ ജോർജ് ചെന്ന് വന്ന് പെയിന്റ് അടിപ്പിച്ച്, എന്നിട്ട് പേര് 3 വട്ടം എഴുതിയ പേര്. ഇപ്പോഴങ്ങനെ കാശ് മേടിച്ചത്. ഞാൻ പറയാം, ഒന്നിനും പേരെഴുതാൻ പറ്റത്തില്ല, ഞങ്ങൾ ആരും ഡിപ്പെൻഡ്, ഇതൊക്കെ അങ്ങ് പൊളിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഈ സമയത്താണ് പറയുന്നത്, നഗരത്തിൽ ഇനിയും വീടില്ലാത്തവൻ വേറെ ആരെ ആശ്രയിക്കേണ്ട, നഗരസഭ വീട് പണി. ആരാ? രാജേഷിന്റെ ഇതാണ്, കേന്ദ്രത്തിൽ നിന്നുള്ള ഡയറക്ഷനാ. അതുപോലെ വിശപ്പിക്കുന്നവൻ ഇനിയും വിശക്കണ്ട എന്ന് ആര് തീരുമാനിച്ചു? മോദി തീരുമാനിച്ചു. അവിടെ നിന്നുള്ള പദ്ധതിയാ. അപ്പൊ ഓരോ പദ്ധതിയും പറഞ്ഞില്ലേ, റേഷൻ തുടക്കത്തിലേ പറഞ്ഞു ഇനി ഇത് 75-ലേക്കാ, ഇനി ഇത് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലേക്ക്. ഈ രീതിയിലേക്കുള്ള ഒരു പോക്ക് പോയി അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മളീ പറയുമ്പോൾ നമ്മളൊരു ഉടായ്പ് കളിച്ചുകൊണ്ടിരിക്കുക. ആ ഉടായ്പ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് ഇതിനെ വൃത്തിയായിട്ട് കളിക്കാൻ അറിയുന്നവരുടെ കൈ കിട്ടിയാൽ പിന്നെ ആ ഉടായ്പ കളി നടക്കൂ ഇല്ല. ഇപ്പൊ അതേ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പൊങ്കാല പൊളിക്കാൻ നിന്നിടത്ത് ഭീമാപ്പള്ളി എടുത്തു വെച്ച് കളിക്കുന്ന ഒരു രാജേഷിനെയാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിലൊരു മോദിയാണ് നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ ഇപ്പം അവർക്ക് പരാജയം സംഭവിച്ചിടത്ത് അവർക്ക് നേട്ടമുണ്ടാക്കുന്നത് UP-യിൽ മുസ്ലിങ്ങളെ വെച്ച് കളിച്ചിപ്പോൾ മുസ്ലിങ്ങളാണ് BJPക്ക് അകത്ത് മൊത്തം. തിരുവനന്തപുരത്ത് ഇവരുടെ ചില മേഖലയുണ്ട്. ആ മേഖലയിൽ നാളെ കാലത്തെ അവിടുത്തെ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഒരുപക്ഷെ BJP മതി, രാജേഷ് മതി എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിക്കാൻ പോകുന്നു വികസനത്തിലൂടെ എന്ന് പറയുന്നത്. അതെ, ശരിയാണ്. പറഞ്ഞതുപോലെ തന്നെ ഈ കോർപ്പറേറ്റർമാർ ഡൽഹി പോയപ്പോൾ മോദി പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ജനങ്ങളോടൊപ്പം നിൽക്കണം നിങ്ങൾ എന്നുള്ളതാണ്. അത് മതിയല്ലോ, ആ സന്ദേശം മതിയല്ലോ. ഇവിടെ വന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വീടിൻ്റെ ഏറ്റവും നല്ലൊരു പദ്ധതിയാണ്. ഒരു കോർപ്പറേഷനും ഇതുവരെ അങ്ങനൊരു പദ്ധതിയിലേക്ക് പോയിട്ടില്ല. ഞാൻ തിരുവനന്തപുരം ശുദ്ധ നഗരം, ക്ലീൻ സിറ്റി എന്നുള്ള പദ്ധതി വന്നു. പിന്നെ ബാഴ്സലോണ മോഡൽ ഒരാൾ പറഞ്ഞതേ ഉള്ളൂ, എങ്ങും എത്തിയില്ല, ആകാശത്ത് നിന്ന്.
ബാഴ്സലോണ മോഡൽ. പക്ഷേ അവിടെ തന്നെ ഉണ്ട്. ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതും പഠിക്കാൻ അങ്ങോട്ട് പോയില്ലേ? വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് പഠിക്കാൻ വേണ്ടി, വെള്ളം കയറുന്നത് തടയാനായിട്ട് എവിടെ ഏതൊരു ജപ്പാനിലോ അവിടെ കൂടെ അവിടെയൊക്കെ പോയതേ ഉള്ളൂ. അവർ പോയി, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും നടന്നിട്ടില്ല. റോഡ് ടു റിവർ പദ്ധതി, റോഡ് ടു റിവർ. പക്ഷേ ഇതിനിപ്പോൾ ക്ലീൻ ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ പാർവതി പുത്തനാർ, അത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ പിന്നെ ഇവിടുത്തെ വി രാജേഷ് വന്ന് ക്ലീൻ ചെയ്യണം. ആ അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും പോട്ടെ, ഇവിടെ ഇപ്പോൾ ഏറ്റവും നഗരത്തെ അറിഞ്ഞുള്ള പദ്ധതികളാണ്. ഇപ്പോൾ ഒരു പക്ഷേ അറിയാമായിരിക്കും, തന്നെയൊക്കെ അറിയാമായിരിക്കും. അവിടെ ഇപ്പോഴും കടത്തിണ്ണകളിൽ അന്തി ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. സ്റ്റാച്യുവിൻ്റെ ഭാഗത്ത് വേണ്ട അന്തി ഉറങ്ങുന്നത് കടത്തിണ്ണകളിലാണ്. അങ്ങനെ പിന്നെ അവർ വന്നിരുന്നിട്ട് സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ വന്നിരിക്കും, പകൽ മുഴുവൻ വന്നിരിക്കും. രാത്രിയാകുമ്പോൾ അവിടെ NSSൻ്റെ ഒരു മന്ദിരമുണ്ട്, പിന്നെ പത്മ കഫേയുടെ അപ്പുറത്തായിട്ട്. അവിടെയാണ് കിടന്ന് രാത്രി ഉറങ്ങുന്നത്. ഞാൻ പല ദിവസവും കണ്ടിട്ടുണ്ട്. അവിടെ വന്ന് കിടന്ന് ഉറങ്ങുന്നവർക്ക്, നഗരത്തിലെ ആൾക്കാരാണ്, അവർക്കൊരു വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഉണ്ടോ? നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭവന പദ്ധതിയുണ്ട്. പക്ഷേ സ്വന്തമായിട്ട് 5 സെൻറ്റ് സ്ഥലം വേണം. അവിടെ വേണമെങ്കിൽ ഞങ്ങൾ വീട് വെച്ച് തരാം. സ്ഥലം വാങ്ങിക്കാൻ 4 ലക്ഷം കൊടുക്കുള്ളൂ. 4 ലക്ഷം രൂപയ്ക്ക് മുഖ്യമന്ത്രിയുടെ സ്വിമ്മിംഗ് പൂളിന് 1 ലക്ഷങ്ങളാ നവീകരിക്കുന്നത്. അപ്പൊ 4 ലക്ഷം രൂപയ്ക്ക് സാധാരണക്കാരൻ എന്ത് വീട് വെക്കാനാ? ഇതൊന്നുമില്ല. വീടും സ്ഥലവും എല്ലാം കൊടുക്കുന്നത് കോർപ്പറേഷൻ തന്നെ. വലിയൊരു ആശ്വാസം അവർക്ക് കിട്ടും. അന്തി ഉറങ്ങാനൊരു വീട്, കെട്ടുറപ്പുള്ള ഒരു വീട്, അടച്ചുറപ്പുള്ള ഒരു വീട്, അത് വലിയൊരു ആശ്വാസമാണ്. പിന്നെ ഭക്ഷണമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, രമേശൻ കോൺട്രാക്ടറുടെ ഒരു അമ്പലമുണ്ട്. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെല്ലാം കൂടെ ബഹളമാണ്. ഭിക്ഷക്കാരുമുണ്ട്, അല്ലാത്തവരും എല്ലാം. ഒരു കഞ്ഞി കിട്ടാൻ വേണ്ടി ആഹാരത്തിന് വെൺപാലവട്ടത്തുകൊണ്ട് തിരുവനന്തപുരത്ത് തമ്പാനൂരുണ്ടല്ലോ, അരിസ്റ്റോ ഗണപതിയുടെ അവിടെയുണ്ട്. പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ സൗജന്യമായിട്ട് പോകുന്നു. അവിടെ പോകുമ്പോൾ കുഴപ്പമില്ല. അമ്പലത്തിനകത്ത് വാസ്തവത്തിൽ കുളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കുളിക്കാത്ത ഭിക്ഷക്കാരനും എല്ലാം കൂടെ ചേടിക്കുകയാണ് അവിടെ ക്യൂ നടത്തുന്നത്. ഇപ്പോൾ അതൊക്കെ അങ്ങ് മാറി. 20 രൂപ മുടക്കിയ ഇവരുടെ കൂടെ ഇരുന്ന് കഴിക്കേണ്ടെന്നുള്ളവനായി 20 രൂപ മുടക്കിയ സുന്ദരമായ ഭക്ഷണം. നേരത്തെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് കുടുംബശ്രീയുടെ 25 രൂപയായിരുന്നു ലൂണ്. ഞാൻ കണ്ടിട്ടുണ്ട്. പബ്ലിക് ലൈബ്രറിയിൽ അങ്ങനെ ഒരു ക്യാൻറ്റീനുണ്ട്. വലിയ ക്യൂ ആയിരുന്നു ഉച്ചയാകുമ്പോൾ അവിടെ. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ച് ഞാൻ പോന്നിട്ടുണ്ട്. ഭക്ഷണം നല്ലതൊക്കെ തന്നെ. പക്ഷേ ഇപ്പോൾ അത് പൂട്ടിക്കെട്ടി. ഇപ്പോൾ വേറെ നമ്മളിപ്പോൾ 50 രൂപ കൊടുക്കണം. ഈ തിരുവനന്തപുരത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം വൃത്തിയായിട്ട് കഴിക്കണമെങ്കിൽ 200 രൂപ കൊടുക്കണം. പത്മ കഫേയിലെ ഊണ്, അതും വെജിറ്റേറിയൻ ഊണ്. അതിൻ്റെ 10-1 വിലയ്ക്ക് ഇപ്പോൾ അടൽ പദ്ധതി വരെ നല്ല ശുദ്ധമായ ആഹാരം കിട്ടുക. ഉത്തരവാദിത്വമുണ്ട്, കോർപ്പറേഷനാണ് നടത്തുന്നത്. വെജിറ്റേറിയൻ ആയിരിക്കും, എന്നാലുമായിട്ട് ഒരു നേരത്തെ വിശപ്പടക്കാൻ അതുപോലെ. ഇപ്പോൾ വീടായി, ആഹാരം, റോട്ടി കപ്പട ഓർ മക്കാൻ എന്നല്ലേ. കപ്പടയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതിന് വേറെ ഈ ടൂറിസത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രവും ആറ്റുകാലും ഇവർ പരിഷ്കരിക്കും, പൊലിപ്പിക്കും എന്നുള്ളത് നമുക്കറിയാം. അതിനോടൊപ്പം തന്നെ മതേതരത്വത്തിൻ്റെ പ്രതീകമായി ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ വിശ്വാസ കേന്ദ്രമായ വെട്ടുകാടിനെയും മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസ കേന്ദ്രമായിട്ടുള്ള ഭീമാ പള്ളിയെയും കൂടി, ഉറൂസ് ഉത്സവം വളരെ പേര് കേട്ടതാണ് അവിടെ. മറ്റേടത്തെ ദേവൂസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ. തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു ഭീമാപള്ളിയിലും വെട്ടുകാടും പോകാത്ത ഹിന്ദുക്കൾ കുറവാണ്. ഞാനും പോയിട്ടുണ്ട്. പല ഹിന്ദുവിന്റെ പല ഷോപ്പിന്റെ പേര് മാതാ എന്നും വെട്ടുകാട് മാതാവിന്റെ അത്തരത്തിൽ ഭയങ്കര ഒരു വിശ്വാസമാണ്. ഞാനും പോയിട്ടുണ്ട് ഈ ഭീമാപള്ളി. പോയെന്നൊന്നും അല്ല, കള്ളക്കടത്ത് സാധനങ്ങൾ ധാരാളമായിട്ട് അവിടെ എല്ലാ സാധനങ്ങളും കിട്ടാത്ത സാധനങ്ങൾ. പള്ളിയിൽ പോയിട്ടുണ്ട്. അത് നോമ്പ് കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ പോയിട്ട് കൂട്ടുകാരുടെ കൂടെ ഒപ്പം പോയിട്ടുണ്ട്. എല്ലാ പോകാത്ത ആലയങ്ങള സിഖുകാരുടെ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. ഹസ്രത്ത് ബാലി പോയിട്ടുണ്ട്. പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഒരു സമുദായ സൗഹാർദ്ദത്തിൻ്റെ കൂടെ അന്തരീക്ഷം കൂടെ ചേർത്തുകൊണ്ട് തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന, ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നഗരമാക്കി മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും നടത്തുകയാണ്. അതിനുള്ള ഫണ്ടുണ്ട്. നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 300 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടുന്നതിന് ഇനി തടസ്സമൊന്നുമില്ല. ഡബിൾ എൻജിൻ പോലെ ഇവിടം ഭരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് വലിയ നല്ലൊരു തുടക്കമാണ്. പിന്നെ തന്നെ രാജേഷിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കഴിവ് നേരത്തെ തെളിയിച്ചിട്ടുണ്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ. ഒന്നാമത്തെ കാര്യം, ഇലക്ട്രിക് ബസ്സുകൾ മുഴുവനെങ്കിൽ പിടിച്ചെടുത്തു. കൈവച്ചുകൊണ്ടിരിക്കാൻ ഗണേഷ് കുമാർ ശ്രമം. ഇപ്പം മിണ്ടാട്ടമില്ലല്ലോ. അതുപോലെ തന്നെ ആയിരുന്നു VK പ്രശാന്ത്. വലിയ കഴിവുറ്റ മേയറായിരുന്നു. അയാളും വിളിച്ചാൽ ഫോൺ എടുക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ആ പുള്ളിക്കാരൻ എന്തേ ഓടിയില്ലേ അവിടുന്ന്? അവിടുന്ന് ഓടിച്ചു വിട്ടില്ലേ? മരുതൻകുഴിയിലേക്ക് ഓടിച്ചു വിട്ടു. ഇവിടെ പാവങ്ങൾക്കാണ് വീട്. അത് VK പ്രശാന്തിന് അല്ല ഇവിടെ വീട് വേണ്ടത്, പാവങ്ങൾക്കാണ് ഇവിടെ വീട് വേണ്ടതെന്ന് പറഞ്ഞാണ് ആവശ്യപ്പെടുന്നവർക്കെല്ലാം ഇത് കിട്ടും. അതോടുകൂടി തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഷോക്കേസിംഗ് ആണ്. ഈ ഷോക്കേസിംഗ് വഴി കേരളം മുഴുവൻ പിടിച്ചെടുക്കാനുള്ളൊരു പദ്ധതിയും കൂടി ഇതിനുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളം മുഴുവൻ നന്നാവട്ടെ. അതിനെന്താ കുഴപ്പം? തിരുവനന്തപുരം പോലെ നമുക്ക് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല, മതം നോക്കേണ്ട കാര്യമില്ല, ജാതിയില്ല. നമ്മുടെ നാട് നന്നാവണം. പാർട്ടി ഏതായാലും മതം ഏതായാലും നാട് നന്നാവണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.